ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏറ്റവും പ്രദേശ് ഹോം. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതിൻ്റെ കണ്ടൻറ് ക്രിയേറ്റർ ഒന്നും ഞാനല്ല, അതൊക്കെ ഇവിടെ വേറെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നിർബന്ധം അതൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്ന്. അപ്പോൾ അവരുടെ കോസ്റ്റ്യൂംസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഇന്നത്തെ പറഞ്ഞ ഒരു ഒരു ഗെയിമിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആ ഗെയിം ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്രൂ മെമ്പേഴ്സിനെ വിളിക്കാം കേട്ടോ. വാ, അവിടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. അയ്യോ, എൻ്റെയൊക്കെ തൊണ്ടൊക്കെ പോയിരിക്കും, അതുകൊണ്ട് ഞാനിന്ന് ഇത് ഒരാളത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അബിക്കുട്ട പറ, എന്താ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്? എന്തുവാ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്? പാറക്കുട്ടി ഫേസ് കാണിക്കുമാറ്. ഇത് അബി. അപ്പോൾ ഇത് രണ്ട് കോസ്റ്റ്യൂംസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവർ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ക്വിഡ് ഗെയിമാണ്. സ്ക്വിഡ് ഗെയിമിൽ ഏതോ 2-3 ഗെയിം ഇവർ സെലക്ട്. അതെ, ഇത് ഫ്രണ്ട് മാനാണ്. ഇതാരാ? ഇത് ഗാർഡാണ്. ഇത് പ്ലെയറാണ്. പ്ലെയറിന് കോസ്റ്റ്യൂം കിട്ടിയില്ല, ഗ്രീൻ കളർ കോസ്റ്റ്യൂം കിട്ടിയില്ല, മാസ്കും കിട്ടിയില്ല. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 3 ഗെയിം അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 3 ഗെയിം 3 പേരൂടെ ചെയ്യാൻ പോകുന്നത്. ഗെയിമിൽ ഞാൻ പറയണം, ഒരാൾക്ക് 5 ചാൻസ് ഉണ്ട്. അതായത് ഒരു ഗെയിം തന്നെ ഒരാൾക്ക് 5 ചാൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 3 മാർക്ക് മേടിക്കുന്ന ആൾക്കാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് 3 മാർക്ക് മേടിക്കുന്ന ആൾ പിന്നെ കളിക്കണമെങ്കിൽ കളിക്കില്ല എന്നുണ്ടെങ്കിൽ കളിക്കണ്ട. രണ്ടാമത് ആ 3 മാർക്ക് എടുക്കുന്ന ആൾക്ക് 2ാം സ്ഥാനം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ചക്കരക്കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. നന്ദി കൂടെ ഒരുമിച്ച് വന്ന് തെങ്ങുന്നായിപ്പോയി. നന്ദി. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, മൂവിങ് ടു ദ ഫസ്റ്റ് ഗെയിം. ഫസ്റ്റ് ഗെയിം എന്താണെന്ന് പറയാbiക്കോട്ടെ? തഗ്ജി. അതങ്ങനെ കളിക്കുക, അടിക്കണം. ഒരു റൗണ്ട് ഇത് ഡെമോ കാട്ടി. ഓക്കെ, അതവിടെ ഇട്ടു. ഓക്കെ, അങ്ങനെ അടിച്ച് ആ പിങ്കിൻ്റെ മണ്ടയിൽ ബ്ലൂ വന്നു കഴിഞ്ഞാൽ 1 മാർക്ക്. അങ്ങനെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആയതാ? പ്ലെയർ. അപ്പുക്കുട്ടൻ സ്റ്റാർട്ട് ചെയ്യുവാണേ. പ്ലെയർ അപ്പു അല്ലേ? ഓക്കെ, ഇല്ല, കിട്ടിയില്ല. ഇപ്പം നെക്സ്റ്റ് ആൾ ആരാ? ഓക്കെ, കളിച്ചോ. ഓക്കെ, അപ്പൂന് 1 മാർക്ക് കിട്ടി. ഓക്കെ, രണ്ടാമതും വീണു. ഓക്കെ, ഇതാണ് കേട്ടോ കളി എന്നുള്ളത്. ഇപ്പം നമ്മൾ കാണിച്ചു തന്നതേ ഉള്ളൂ. ഇനിയാണ് കളി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയാം. ഇത് ഈ ടൈലിൽ വെക്കുന്നുണ്ടാവും. നിങ്ങൾ ആ ടൈലിൽ വേണം നിൽക്കാൻ. അതിൻ്റെ ആ വരയുടെ ഇപ്പുറത്തോട്ട് കിടക്കാൻ പാടില്ല. ആ ടൈലിൽ നിന്നിട്ട് ഇതിലേക്ക് വീഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആദ്യം അപ്പൂസ് 1 ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ വരിക, മൂന്നാമത്തെ ആൾ, അങ്ങനെ 3 പേര് മാറി വേണം കേട്ടോ വരാൻ. ഓക്കെ, അപ്പു കേട്ടോ. ഓക്കെ, അപ്പു ഫസ്റ്റ് റൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇല്ല, ഇനി അടുത്ത ആൾ വന്നോ. ഓക്കെ, ഇനി പാറുവാണ് കളിക്കാൻ പോകുന്നത്. നോക്കാം. ഇല്ല, ഇനി അടുത്ത ആൾ. ആ ടൈലിൻ്റെ അവിടെ നിൽക്കണം കേട്ടോ, വരയിലേക്ക് കിടക്കരുതേ. അബിക്കുട്ടന് 1 മാർക്ക്, അല്ല ഫ്രണ്ട്മാൻ 1 മാർക്ക്. ഇല്ല 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 ആണോ? എൻ്റെ മണ്ടയിൽ വീണില്ല അപ്പൂസേ. ഇല്ല, അത് പറ്റില്ല. പിങ്ക് ഇച്ചിരി ഇറക്കി വയ്ക്കുക. ഓക്കെ, ഇനി പാറുവിൻ്റെ ഫസ്റ്റ് ചാൻസ് ആണേ. ഇല്ല. ആദ്യം ഫസ്റ്റ് 3 മാർക്ക് അടിക്കുന്നവർ ജയിക്കും കേട്ടോ. ഇല്ല, പെട്ടെന്നായിക്കോട്ടെ.
ഇല്ല. പറു കമോൺ. പ്ലെയർ 1 കളിക്കാൻ പോവാണ്. പ്ലെയർ അല്ലല്ലോ, ഗാർഡ് 11 കളിക്കാൻ പോവാണ്. നോ. ഇനി അടുത്ത ആള് ഫ്രണ്ട് മാൻ വന്നു. നോ, ഇല്ല. ഓ, അപ്പോൾ 1 മാർക്ക്, പ്ലെയർ 1 മാർക്ക്. സോറി. ഇനി ഇല്ല, ഗാർഡിന് ഇതുവരെ 1 മാർക്ക് ആയില്ല. അതിൽ വീണാ ആണോ? ഓക്കെ. ഓ, ഫ്രണ്ട് മാന് 3, 2 ഓക്കെ. ഇല്ല. ഇല്ല. ഓ, ഫ്രണ്ട് മാൻ 3 മാർക്ക്. അപ്പൊ അബി ഈ ഗെയിമിൽ വിന്നർ ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പൊസിഷനുള്ള റൗണ്ടേ ഉള്ളൂ. അബിക്ക് ഇനി 2 ചാൻസ് കൂടെ ഉണ്ട്. അബി വീണാലും വീണില്ലേലും അബി വിന്നറാണ്. ഇനി നിങ്ങൾ 2 പേരിൽ ആർക്കാണ് 3 മാർക്ക് കിട്ടുന്നത് അവരായിരിക്കും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, കളിച്ചോ. ഇനി ആരാ കളിക്കണ്ടേ? കളിച്ചോ. ഇല്ല. ഓക്കെ. പ്ലെയർ എത്ര? 2 അല്ലേ? ഗാർഡ് 11 എത്ര പോയിന്റാ? 2 പോയിന്റ്. ഇപ്പൊ പ്ലെയർ കളിക്കാൻ വന്നിട്ടുണ്ട്. ഇല്ല. അതെ. ഓ, അപ്പോൾ സെക്കൻഡ് നമ്മുടെ ഗാർഡ് 11 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗെയിമിൽ വിന്നേഴ്സ് ആയിരിക്കുന്നത് ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ഗെയിമിലേക്ക് പോവാം. സോറി, അപ്പനുണ്ടല്ലോ അല്ലേ? ഒരു 2 ചാൻസ് കൂടെ അപ്പനുണ്ട്. കൂടെ പാറുവിന് 2 ചാൻസ് ഇല്ലേ? പാറുവിന് 3 ചാൻസ് അല്ലേ കഴിഞ്ഞുള്ളൂ? ഓക്കെ. ഓ, ഓക്കെ. 2. ഓക്കെ, 5. നമ്മൾ അങ്ങനെ അങ്ങ് തീർത്തു. ഇതിനൊക്കെ സെക്കൻഡ് ഗെയിമിലേക്ക് പോവാം. സെക്കൻഡ് ഗെയിം എന്താ? ഓക്കെ, കൊന്തക്കല്ല്. ഇത് ഉമ്മാർക്ക് കളിക്കാൻ അറിയത്തില്ല, എങ്കിലും മാക്സിമം നോക്കാം. 3 തവണയെങ്കിലും ആ 5 കല്ല് ഒരുമിച്ച് പിടിക്കണം. ഓക്കെ. അങ്ങനെയല്ല, സോറി, അങ്ങനെയല്ല. 1 കല്ലും മണ്ടയിലേക്ക് ഇട്ടിട്ട് ബാക്കി 4 കല്ലും. അങ്ങനെയല്ലേ? അങ്ങനെ മതിയോ? ഓക്കെ, ഞാൻ മറന്നു പോയത് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, നമ്മളൊരു ഡെമോ കാണിച്ചു തരാവേ. അപ്പം ഇതാണ് നമ്മുടെ കൊന്തക്കല്ലായിട്ട് നമ്മൾ എടുത്തേക്കുന്ന കളർ കല്ല്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒരു ഡെമോ നമ്മുടെ ഫ്രണ്ട് മാൻ നമുക്ക് കാണിച്ചു തരുമായിരിക്കും. കാട്ടിക്കോട് അങ്ങനെ ഇടുക. എന്നിട്ട് ഓക്കെ 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 ഓക്കെ. ലാസ്റ്റ് അങ്ങനെ 4 എണ്ണോടെ കയ്യിലെടുക്കുന്ന ആളാണ് വിന്നർ. ഇതിൽ ഒരാൾക്ക് 2 ചാൻസ് വീതമുള്ളൂ കേട്ടോ. 2 ചാൻസ്. അതിൽ 2 ചാൻസിലും അതെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെടിവെക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് മാൻ സ്റ്റാർട്ട് ചെയ്തോ. ഫസ്റ്റ് റൗണ്ട്. 1 2. കല്ല് താഴെ പോയ ഔട്ടാണേ. 3. ഓക്കെ, ഫ്രണ്ട് മാൻ്റെ അവസരം പോയിരിക്കുകയാണ്. ഇനി അടുത്ത ആൾ പോരെ. ഓക്കെ, ഇനി നമ്മുടെ പ്ലെയർ ആണ് കളിക്കാൻ പോകുന്നത്. പ്ലെയർ എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കളി തന്നെ ഡ്രോപ്പ് ചെയ്തിരിക്കണം. ഇല്ല, പറ്റൂല. കളിച്ചോ കളിച്ചോ നോക്കട്ടെ. കല്ല് താഴെ പോയ ഔട്ടാണേ. ഓക്കെ ഓക്കെ. പ്ലെയർ വളരെ വിദഗ്ധമായി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഗാർഡ് 11 ചാൻസ് ആണ്. ഫസ്റ്റ് ചാൻസ്. അപ്പോൾ കല്ല് താഴെ പോയി. അപ്പോൾ ഒരു അവസരം കഴിഞ്ഞ്. ഓക്കെ, മാറ. ഇനി ഗാർഡ് 11 കളിയാണ്. ഓക്കെ ഓക്കെ
ഗാർഡ് 11 ചാൻസ് പോയിരിക്കുകയാണ്. ഇനി നമ്മുടെ സെക്കൻഡ് റൗണ്ടാണ്. ഈ ഒരു റൗണ്ട് കൂടെ ഉള്ളൂ കേട്ടോ 2 പേർക്കും. 3 പേർക്ക്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് മാൻ കളിച്ചു തുടങ്ങുകയാണ്. ഓക്കെ ഓക്കെ ഓ അങ്ങനെ ഫ്രണ്ട് മാൻ വിജയം കണ്ടിരുന്ന സമയത്ത് പുള്ളി ഗെയിമിൽ നിന്ന് വിദഗ്ധമായി ഔട്ടായിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്ലെയറിൻ്റെ സെക്കൻഡ് റൗണ്ടാണേ. പ്ലെയർ പിന്നെ സെക്കൻഡ് റൗണ്ടിലായാലും ഏത് റൗണ്ടിലായാലും പുറത്താ. ഗാർഡിൻ്റെ തോക്ക് റെഡി ആണല്ലോ അല്ലേ? ഓക്കെ സെറ്റ്. ഇവിടെ തോക്ക്. ഓക്കെ പ്ലെയർ. ഇത് ക്യാമറ ഇങ്ങനെ നേരെ ഇരുന്ന് കളിക്കല്ലേ, ഞങ്ങൾ കള്ളക്കളിയാണ് ഞങ്ങൾ പറയും. ഓക്കെ കളിച്ചോ കളി. അതെ അങ്ങനെ നമ്മുടെ പ്ലെയർ 2ാം റൗണ്ടും പോയിരിക്കുകയാണ്. നമ്മൾ ഒരു ചാൻസ് കൂടെ കൊടുക്കുവാണേ. ഒരൊറ്റ ചാൻസ് കൂടെ ഉള്ളൂ കേട്ടോ. നമ്മുടെ പ്ലെയർ ചെറുതായതുകൊണ്ട് നമ്മളൊരു ഇത് കൊടുത്തേക്കുവാണേ. ഒരു റൗണ്ട് കൂടെ. ആ കല്ലിട്ടിട്ട് 4 ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ നോക്ക്. മണ്ടയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്ക്. അങ്ങനെ നമ്മുടെ പ്ലെയർ ഔട്ടായിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഗാർഡ് 11ൻ്റെ ചാൻസാണ്. 3rd ചാൻസാണ്, അല്ല 2nd ചാൻസാണ്. ഗാർഡ് 11 എങ്ങനെ ഇത് കളിക്കും നമുക്ക് നോക്കാം. ഓക്കെ കളി. അല്ല ആ കല്ലെടുത്ത് മറ്റേ കയ്യിലോട്ട് പിടിച്ചോ. അങ്ങനെ പിടിച്ചോ. ഓക്കെ സെക്കൻഡ് കല്ലും എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി മറ്റേ മിക്കവാറും ഈ ലെവലിൽ സെക്കൻഡ് ലെവലിലെ വിന്നർ മിക്കവാറും നമ്മുടെ ഗാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓ അങ്ങനെ നമ്മുടെ ഗാർഡ് ഈ ഗെയിമിൽ നിന്ന് തോറ്റിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ ആരും വിന്നറില്ല. അപ്പം നമുക്ക് നമ്മുടെ അതെ 3rd ഗെയിമിലെ ഇത് അപ്പൂസ് അവിടെ പോയി നിന്ന് പ്ലെയർ അവിടെ പോയി നിന്ന് ഒരു പോസ് ഇട്ടോ. അപ്പുറം നിങ്ങൾക്ക് ഫ്രണ്ട് മാൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് ഒരു പോസ് ഇട്ടോ. എടി മാസ്ക് ചെയ്യേ. ഞങ്ങളുടെ പ്ലെയറിനെ ഞങ്ങൾ കാണിച്ചത് കണ്ടോ. ഇതാണ് പ്ലെയർ. സോറി ഇത് ഗാർഡ്, അത് പ്ലെയർ, അത് ഫ്രണ്ട് മാൻ. ഓക്കെ മൂവിങ് ടു ദ നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. ഓക്കെ നമ്മുടെ 3ാമത്തെ ഗെയിം കളിക്കാനായിട്ട് നമ്മൾ പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. 3ാമത്തെ ഗെയിം എന്താണ്? അതങ്ങനെ കളിക്കുക. കല്ലേറാണ്. അതായത് ഇതാ അവിടെ ഒരു കല്ല് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു പൊസിഷനിൽ നിൽക്കും. പൊസിഷനിൽ നിന്നിട്ട് നമ്മളിത് അങ്ങോട്ട് എറിഞ്ഞിട്ട് ആ കല്ലിനെ വീഴ്ത്തിക്കണം. അതാണ് ഇവർ പറഞ്ഞ എന്തുവാ ശവക്കൂടാരം. അപ്പം നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. ഇത് ഒറിജിനൽ സ്ക്വിഡ് ഗെയിം ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് മാത്രം കാണുക. പിള്ളേരുടെ ഒരു കുട്ടിക്കളി. പണ്ട് നമ്മൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന പോലെ ഇപ്പോൾ അവരത് ഒരു ഗെയിമിനൊരു പേരിട്ടങ്ങ് കളിക്കുന്നു. നമ്മൾ സാധാ കളിക്കുന്ന കളി അത്ര ഒരു മൈൻഡിലേക്ക് എടുക്കുക. കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ കളിക്കാം. അതാണ് പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് എറിഞ്ഞ് ആ കല്ലിലേക്ക് വീഴ്ത്തണം. ഒരാൾക്ക് 3 ചാൻസേ ഉള്ളൂ കേട്ടോ. ഓക്കെ അപ്പോൾ എറിഞ്ഞോ. പ്ലെയർ 1 സ്റ്റാർട്ട്. ഇല്ല കിട്ടിയില്ല. നേരേക്ക്. ഇനി അടുത്ത ആരാ കളിക്കുന്നേ? ഗാർഡ് കളിക്കുക. ഓ ആ കല്ല് പൊട്ടിച്ചളഞ്ഞോളിട്ട്. ഓക്കെ ഇനി നമ്മുടെ ഫ്രണ്ട് മാൻ്റെ ചാൻസാണ്. ഇല്ല കൊണ്ടില്ല. തോറ്റിരിക്കുന്നു. ഓക്കെ സെക്കൻഡ് റൗണ്ട്. ഇല്ല. ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ഗാർഡാണ്. ഓ ഇല്ല അത് പറ്റില്ല. അത് ബാക്കിലാകൊണ്ടേ.
ഓ നമ്മുടെ ഫ്രണ്ട്മാൻ അങ്ങനെ ഒരു മാർക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം പ്ലെയറിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണേ. ഓ പ്ലെയറിന് ഒരു മാർക്ക് കിട്ടി. ഇനി ഗാർഡിന് ഒരു ചാൻസ് ഉള്ളൂ അല്ലേ? ഓക്കെ. ഓ ഗാർഡ് 2 റൗണ്ട് എറിഞ്ഞത് ആ കല്ല് പൊട്ടിച്ചിരിക്കുകയാണ്. അതിന് ആ വലിയ പീസ് എടുത്തു പോയി. ആ ഫ്രണ്ട്മാന് നമ്മൾ ആ ഒരു കല്ല് കൊടുത്തു. വേറെ ഇനി തപ്പി പിടിക്കാൻ സമയമില്ല നമുക്ക്. അപ്പോൾ മാറില്ല അപ്പോൾ അവിടെ. ഓക്കെ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്മാനും ഇനി എന്തിനാ? ആ ഓ ശരിയാണല്ലോ, 2 പേരും ടൈ അല്ലേ, 2 പേർക്ക് 2 പോയിന്റ് ചെയ്തോണ്ടല്ലേ. ഓക്കെ നമുക്ക് ഒരു റൗണ്ട് കൂടെ കൊടുക്കാവേ. അത് മാറ്റി വയ്ക്കും. അപ്പം നമ്മുടെ ഫ്രണ്ട്മാനും പ്ലെയറല്ലല്ലോ ഗാർഡിനും 2 പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ ടൈൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു റൗണ്ട് കൂടെ അവർക്ക് കൊടുക്കുകയാണ്. അതിൽ ഫസ്റ്റ് ആ കല്ലിൽ കൊള്ളിക്കുന്ന ആരാണോ അവരായിരിക്കും ഈ ഗെയിമിലെ ഒഫീഷ്യലായിട്ടുള്ള വിന്നർ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗെയിമിലെ വിന്നർ ആരായിരുന്നു? ഫസ്റ്റ് ഗെയിമിലെ വിന്നർ ഫ്രണ്ട്മാൻ ആയിരുന്നു. അതായത് നമ്മുടെ ആ ചീട്ട് എറിയുന്ന കളിയിൽ. സെക്കൻഡ് കളിയിൽ ആരായിരുന്നു? സെക്കൻഡ് കളിയിൽ ആരുമില്ല, എല്ലാവരും ഔട്ടായി പോയി. തേർഡ് കളിയിൽ ഇപ്പോൾ ഫ്രണ്ട്മാനും നമ്മുടെ പ്ലെയറുമാണ് നിൽക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ നമുക്ക് നോക്കാം. പ്ലെയർ അല്ല, സോറി, ഫ്രണ്ട്മാനും നമ്മുടെ ഗാർഡും നിൽക്കുന്നത്. ഇല്ല, അപ്പൂസിൻ്റെ 2 ചാൻസും കഴിഞ്ഞു. അപ്പൂസിന് 2 മാറിലും ഇതില്ല. അവർ ടൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ഒരു ചാൻസ് കൂടെ കൊടുത്തേ. ഓക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. നമ്മൾ കല്ലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട്മാൻ ഫസ്റ്റ് ചാൻസിലേക്ക് വന്നിരിക്കണം. ഒറ്റ ചാൻസ് വീതമുള്ള 2 പേർക്കുവേ. ഓ അങ്ങനെ നമ്മുടെ ഈ ഗെയിമിലെ വിന്നർ നമ്മുടെ ഫ്രണ്ട്മാനായിരിക്കുകയാണ്. ആ പുള്ളി ആദ്യം ഫസ്റ്റ് അത് അടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഗാർഡിന് നമ്മളൊരു ചാൻസ് കൂടെ കൊടുക്കുകയാണ്. വിന്നർ എന്നാണേലും ഫ്രണ്ട്മാനാണ്. ഫ്രണ്ട്മാൻ ഫസ്റ്റ് അത് ഇട്ട് കഴിഞ്ഞു. ഗാർഡിനോട് നമുക്കുള്ളൊരു അവസരം കൊടുക്കണം. നോക്കാം. ഓ അതതിൽ കൊണ്ടില്ലായിരുന്നു. ഓക്കെ പ്ലെയറിനോട് ഒരു അവസരം തരാം. ചെല്ല്. ചുമ്മാ അത് നമ്മൾ ഗെയിമിൽ കൂട്ടില്ല കേട്ടോ. ഈ ഗെയിമിൽ വിന്നറായിട്ട് നമ്മൾ ഫ്രണ്ട്മാനെ തിരഞ്ഞെടുത്തിരിക്കണം. വേന്നിട എടാ അത് വയ്യ, അത് വെച്ചുകൊട്. ജഗ്ലിങ് കളിക്കാനുള്ള ഇത് കിട്ടില്ല, ആ സാധനമല്ല. ഓക്കെ ഇത് ചുമ്മാ ഒരു ഇതാട്ടോ, ഗെയിമല്ലേ. ഓക്കെ നോക്കാവേ. അതിവിദഗ്ധമായി അവൻ അതിലും തോറ്റിരിക്കുകയാണ് ഗൈസ്. അവനത് കിട്ടിയില്ല. അപ്പം നമ്മുടെ സ്ക്വിഡ് ഗെയിം സീസൺ 2 ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. 1 ആയിട്ടാ. സീസൺ 3 ഗെയിമുമായിട്ട് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് കളിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അത് ഓക്കെ മറ്റൊരു ഇപ്പം നമ്മുടെ ഈ തമാശ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സൺഡേ ഫൺഡേ ആയതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു ഇത് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ